നമസ്കാരം. ട്രാവൻകൂർ ന്യൂസിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി കേരളത്തില് മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് വരും എന്നൊരു ചോദ്യത്തിനെ പറ്റിയുള്ള വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മൾ മറന്നു പോകരുതാത്ത വേറൊരു കാര്യം കൂടിയുണ്ട്. ഒരു പദവി കൂടി ശരിക്കും വേക്കന്റ് ആണ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ. ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് വരിക? ശരിക്കും അതിലേക്ക് ഒരു വ്യക്തി വരിക എന്നതിനേക്കാൾ ഉപരി ഏത് ആദർശമായിരിക്കും അവിടേക്ക് എത്തുക എന്ന ചോദ്യത്തിനും ഉത്തരം വരേണ്ടതുണ്ട്. ഒന്നെങ്കിൽ പാർട്ടിയെ ഇത്രകാലം നയിച്ചിരുന്ന അമരന്മാരാവാം, അഥവാ യുവതുർക്കികളാകാം. ഇതിലെ ഏത് ഘടകം, ഏത് ഒരാൾ വന്നാൽ പോലും ആളുടെ കേപ്പബിലിറ്റിയെ വെച്ചായിരിക്കും വ്യക്തി പ്രഭാവത്തെക്കാൾ അധികമായി നമ്മൾ ഇതിനെ അളക്കാൻ ശ്രമിക്കുക. ശരിക്കും എന്താണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയുടെ ഒരു പ്രസക്തി? കേവലം ക്യാബിനറ്റ് റാങ്കും അത് ലൈറ്റ് വെച്ച വണ്ടിയും വീട് സൗകര്യങ്ങൾ അങ്ങനത്തെ ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒതുങ്ങുന്നതാണോ ആ ഒരു പദവിയുടെ മഹിമ? അല്ല. നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ജനങ്ങൾ ഇലക്ട് ചെയ്ത ഗവൺമെന്റിനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാർഗരേഖ അവർക്ക് കാട്ടിക്കൊടുത്ത് അവരുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി ഏത് ദിശയിലേക്ക് പോകണം എന്ന് നയിക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പവർ സെന്റർ തന്നെയാണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ. അതുകൊണ്ട് തന്നെ വെറുതെ നമുക്ക് തിരിച്ച് തള്ളിക്കളയാൻ പറ്റുന്നൊരു റോളല്ല, നിയമപരമായി തന്നെയുള്ള ഒരു പദവിയാണ്. ശരിക്കും അടുത്ത 5 വർഷം പ്രതിപക്ഷം എങ്ങനെ ഈ ഒരു റോളിനെ കൈകാര്യം ചെയ്യുന്നു എന്നത് അതിനുശേഷമുള്ള ഇലക്ഷനിലുള്ള അവരുടെ വിജയത്തെയോ അഥവാ പരാജയത്തെ ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം പ്രതിപക്ഷത്തിലേക്ക് ആയിപ്പോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ലൊരു ലീഡർ ഓഫ് ഓപ്പോസിഷനെ കൊണ്ടുവരാനും അതുവഴി ജനഹിതം നിറവേറ്റുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.